ബി.ജെ.പിയുടെ സംഘടനാ തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ ദിവസം അവർ 27 ജില്ലാ പ്രസിഡന്റുമാരുടെ പേര് വിവരങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇതിൽ സുരേന്ദ്രപക്ഷത്തിനാണ് മേൽക്കൈ എന്ന് പറയുമ്പോഴും പി.കെ. കൃഷ്ണദാസ്, വി. മുരളീധരൻ തുടങ്ങിയ ആളുകൾ നേതൃത്വം കൊടുക്കുന്ന പക്ഷത്തിനും ഒരു 25% ഇടങ്ങളിൽ മേൽക്കൈ കിട്ടി. അവരുടെ ആളുകൾ പ്രസിഡന്റായി മാറുകയും ചെയ്തു. കൊല്ലം ജില്ലയിലൊക്കെ പി.കെ. കൃഷ്ണദാസിൻ്റെ ആളുകളാണ് അധികാരത്തിലെത്തിയത്, പ്രസിഡന്റുമാരായത് എന്നത് എടുത്തു പറയേണ്ടതാണ്. കരമന ജയൻ തിരുവനന്തപുരത്ത് ഒരിക്കൽ പ്രസിഡന്റായിരുന്നു. ഇക്കുറിയും തിരുവനന്തപുരം സിറ്റിയിൽ കരമന ജയൻ തന്നെയാണ് പ്രസിഡന്റായി വന്നത്. അതും എടുത്തു പറയത്തക്ക പ്രത്യേകതയാണ്. എന്നാൽ കണ്ണൂരിൽ കെ. രഞ്ജിത്ത് പ്രസിഡന്റായിരുന്നു. ഇക്കുറി മത്സരിച്ചു, കൂടുതൽ വോട്ട് കിട്ടി. പക്ഷേ രഞ്ജിത്തിനെ പ്രസിഡന്റായി നിയമിച്ചില്ല. പിന്നെ എടുത്തു പറയേണ്ട വേറൊരു പ്രത്യേകത, പലയിടങ്ങളിലും വോട്ട് കൂടുതൽ കിട്ടിയ പല ആളുകളും പ്രസിഡന്റ് ആയില്ല. സമവായത്തിലൂടെ ദേശീയ നേതൃത്വത്തിൻ്റെ ഇഷ്ടത്തോടുകൂടി പലരും മാറിക്കൊടുക്കുകയും ദേശീയ നേതൃത്വം നിർദ്ദേശിച്ച ആളുകൾ പ്രസിഡന്റ് ആവുകയും ചെയ്തു. അതിന് ഉദാഹരണമാണ് പ്രശാന്ത് ശിവൻ. അവിടുത്തെ പാലക്കാട് മണ്ഡലത്തിലെ 9 വിമതർ കൗൺസിലർ സ്ഥാനം രാജിവെക്കുമെന്നൊക്കെ വീരവാദം മുഴക്കുകയും അവിടുത്തെ കെ. സുരേന്ദ്രനും അതുപോലെ തന്നെ സി. കൃഷ്ണകുമാറിനുമെതിരെ തിരിയുകയും ചെയ്തിരുന്നതാണ്. എന്നാൽ RSSും ദേശീയ നേതൃത്വവും ഒക്കെ ഇടപെട്ട് അവരെ അനുനയിപ്പിക്കുകയും അവിടെ പ്രശാന്ത് ശിവ തന്നെ പ്രസിഡന്റ് ആവുകയും ചെയ്ത സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ഇതാണ് ജില്ലാ പ്രസിഡന്റുമാരുടെ ഘടന. ഇപ്പോൾ 14 ജില്ലകളായിരുന്നു, റവന്യൂ ജില്ലകളായിരുന്നു നിലവിലുണ്ടായിരുന്നത്. 30 സംഘടനാ ജില്ലകളായി തിരിഞ്ഞപ്പോൾ 14 ജില്ലകളിലും മുമ്പ് പ്രശ്നമുണ്ടായിരുന്നു. 30 ജില്ലകളായപ്പോൾ ബി.ജെ.പിയിൽ കൂട്ടത്തല്ലിൻ്റെ ഒരു അവസ്ഥയാണ് ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നതെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നതിൽ ഒരു തർക്കവുമില്ല. ഇനിയും 3 ജില്ലകളിൽ കൂടി പ്രസിഡന്റുമാരെ നിശ്ചയിക്കാനുണ്ട് എന്ന് പറയുമ്പോൾ ആ പ്രതിസന്ധി രൂക്ഷമാണ് എന്ന് പറയുന്നതിൽ തർക്കവുമില്ല. ഇനി അറിയേണ്ടത് സംസ്ഥാന പ്രസിഡന്റ് ആരാകും. സംസ്ഥാനം ഭാഗ്യത്തിന് ഒന്നേ ഉള്ളൂ, ഒരു റവന്യൂ സംസ്ഥാനം മാത്രം. കേരളത്തിന് ഒരു സംസ്ഥാനം മാത്രമേ ഉള്ളൂ. ഈ സംസ്ഥാന പ്രസിഡന്റിൻ്റെ കുപ്പായം തുന്നിയിരിക്കുന്നത് M.T. രമേശുണ്ട്, ശോഭാ സുരേന്ദ്രനുണ്ട്, രാജീവ് ചന്ദ്രശേഖരൻ്റെ ദേശീയ നേതൃത്വം ഇങ്ങനെ ഉന്തിത്തള്ളി വച്ചിട്ടുമുണ്ട്, കെ. സുരേന്ദ്രനുമുണ്ട്. 5 വർഷം, അതായത് 3 വർഷമാണ് പ്രസിഡന്റിൻ്റെ കാലാവധി. പിന്നീട് 2 വർഷം കൂടി നീട്ടിക്കിട്ടും. ഇങ്ങനെ നീട്ടിക്കിട്ടി 2 വർഷം കൂടി കിട്ടിയ ആളാണ് കെ. സുരേന്ദ്രൻ. കെ. സുരേന്ദ്രനെ നീട്ടിക്കിട്ടി. ഇനിയും കെ. സുരേന്ദ്രന് ഒരു റോള് കൂടി കൊടുക്കാം എന്ന ചിന്ത ദേശീയ നേതൃത്വത്തിന് ഉണ്ടെന്നാണ് രഹസ്യ വിവരം ലഭിക്കുന്നത്. മാരാർജി ഭവനിൽ നിന്ന് നമ്മുടെ സോഴ്സുകൾ നൽകുന്ന വിവരം. ഒരു പക്ഷേയെങ്കിൽ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ 27 ജില്ലകളിലെയും പ്രസിഡന്റുമാരെ നിശ്ചയിച്ചു. ഈ തെരഞ്ഞെടുപ്പൊക്കെ സുഗമമായി നടന്നു. ഇനി ഇവരെയൊക്കെ പുതിയ ഒരു പ്രസിഡന്റ് വന്ന് ഇനി കുറച്ച് മാസങ്ങളല്ലേ ഉള്ളൂ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്. അത് കഴിഞ്ഞാൽ 5-6 മാസം കൂടിയുള്ളൂ നിയമസഭാ തെരഞ്ഞെടുപ്പിന്. അപ്പോൾ ഈ പുതിയ ഒരു പ്രസിഡന്റ് വന്ന് ഇവരെയൊക്കെ പരിചയപ്പെട്ട് ഇവരെ കൊണ്ട് പ്രവർത്തിപ്പിച്ച് ആളുകളെ കൂട്ടി ഇലക്ഷനിലേക്ക് കടക്കുന്നതിനേക്കാൾ നല്ലതല്ലേ നിലവിലെ പ്രസിഡന്റിന് 1 വർഷം കൂടി നീട്ടി നൽകുന്നത്. ആ 1 വർഷം കൂടി നീട്ടി നൽകുമ്പോൾ ഇലക്ഷൻ 2 എണ്ണം കഴിഞ്ഞു പോകും. അപ്പോൾ നേട്ടം നമുക്ക് കൊയ്യാൻ കഴിയും എന്നാണ് പറയുന്നത്. അപ്പോൾ മറ്റ് ഗ്രൂപ്പുകൾ പി.കെ. കൃഷ്ണദാസോ അതുപോലെ തന്നെ M.T. രമേശോ അവർക്കൊക്കെ അടുത്ത ഈ ഇലക്ഷൻ കഴിഞ്ഞ ശേഷം ഒരു പുനഃസംഘടന വയ്ക്കാം. അപ്പോൾ പ്രസിഡന്റ് പദവി കൊടുത്താൽ പോരെ. അപ്പോൾ അവർക്ക് ആ കാലാവധി കൂടി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം എന്നൊരു ഫോർമുല ദേശീയ നേതൃത്വം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് എന്നാണ് മാരാർജി ഭവനിൽ നിന്ന് വരുന്ന വിവരങ്ങൾ. ഈ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റുമാരിൽ പലരും പറയുന്നത്, ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ വന്നാൽ ഞങ്ങൾക്കിഷ്ടമാണ്, M.T. രമേശ് വന്നാൽ ഞങ്ങൾക്കിഷ്ടമാണ്, പക്ഷേ ഇവർക്ക് ഈ പുതിയ പ്രസിഡന്റുമാരെയും പുതിയ ജില്ലകളെയും ഒക്കെ കൃത്യമായി കോർഡിനേറ്റ് ചെയ്യാൻ കഴിയുമോ? കാരണം കോർ കമ്മിറ്റിയിൽ ഈ തീരുമാനം കൈക്കൊണ്ടത് തന്നെയും സുരേന്ദ്രൻ്റെ നേതൃത്വത്തിലാണ്. ഇങ്ങനെ വിഭജിക്കാം, ഇന്ന ആളുകൾ അവിടെ വരും, ഇന്ന നിയന്ത്രണം ഇവിടെയാണ്, വാർഡ് ഇങ്ങനെ വിഭജിച്ചു പോകും. ഇതെല്ലാം സുരേന്ദ്രൻ്റെ തലയിൽ നിന്ന് വന്ന ഐഡിയയാണ്, സുരേന്ദ്രൻ്റെ മേൽനോട്ടത്തിൽ വന്ന ഐഡിയയാണ്. അപ്പോൾ സുരേന്ദ്രൻ തന്നെ പ്രസിഡന്റ് ആയാൽ ഇക്കാര്യങ്ങളിൽ സുരേന്ദ്രന് കൃത്യമായ വിവരമുണ്ട്, കൈവെള്ളയിൽ ഒതുങ്ങുന്ന കാര്യമാണ്. അതുകൊണ്ട് സുരേന്ദ്രൻ തന്നെ പ്രസിഡന്റായി തുടരട്ടെ, ശോഭാ സുരേന്ദ്രൻ വൈസ് പ്രസിഡന്റായി തുടരട്ടെ, M.T. രമേശ് ജനറൽ സെക്രട്ടറിയായി തുടരട്ടെ എന്ന ഒരു ഫോർമുല തന്നെ വീണ്ടും പാർട്ടി ദേശീയ നേതൃത്വം സംസ്ഥാനത്ത് നടപ്പിലാക്കും എന്നൊരു വിവരമാണ് പുറത്തു വരുന്നത്. അത് 2-3 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അത് സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്യും. അല്ലാതെ ഇപ്പോൾ ഒരു അഴിച്ചുപണി സംസ്ഥാന നേതൃത്വത്തിൽ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. അങ്ങനെയാണെങ്കിൽ ശോഭാ സുരേന്ദ്രനും M.T. രമേശിനുമൊക്കെ തേച്ചുവച്ച കുപ്പായം കുറച്ചു കാലം കൂടി അലമാരയ്ക്കകത്ത് സൂക്ഷിച്ച് വയ്ക്കേണ്ടി വരുമെന്ന് ചുരുക്കം.